ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് കഴിക്കാനായിട്ട് അപ്പവും ചിക്കൻ കറിയാണേ. അപ്പത്തിന് മാവൊക്കെ ഇന്നലെ തന്നെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി പിന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറിയുടെ കാര്യമൊന്നും നമുക്കറിയണ്ട, അപ്പം മാത്രം ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പമൊക്കെ നന്നായിട്ട് ചുട്ടെടുത്ത് ചിക്കൻ കറി ഇതാ മറ്റേ അപ്പുറത്തെ അടുപ്പയിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ചൂടാക്കി അപ്പവും ചുട്ട് നമുക്ക് വേഗം കഴിച്ചിട്ട് നമുക്ക് തൊടുപുഴയ്ക്ക് വരെ പോകണം. വെറുതെ അല്ല കേട്ടോ, നമുക്ക് അമ്മയ്ക്ക് ജലദോഷമായിട്ട് ആദ്യമേ വന്നതായിരുന്നു. പിന്നെ അത് കഴുത്തേ കൂടി എന്തൊക്കെയോ ചെറിയ ചെറിയ കൊതുകൊക്കെ കടിച്ച മാതിരി ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മരുന്ന് മേടിച്ചിട്ട് അങ്ങനെ വലിയ കുറവോ മാറ്റങ്ങളോ ഒന്നുമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊന്നും കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരെ പിന്നെ തൊടുപുഴയ്ക്കാട്ടോ പോവുക. അപ്പോൾ നമ്മൾ തൊടുപുഴ ഹോസ്പിറ്റലിലേക്ക് പോകണം. തൊടുപുഴയിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പോകണം. രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് ചെല്ലാനൊക്കെ ആയിട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാവിലെ കാപ്പ് കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ആദ്യക്കുട്ടരും പാറക്കുട്ടിയൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഇന്നലെയൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം പോലും ശരിക്കും നടക്കത്തില്ല കേട്ടോ. ഇങ്ങനെ രാവിലെ പോകുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞില്ല, രാവിലെ കേട്ടോ പറയുന്നത്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ. ആദ്യക്കുട്ടനൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ വണ്ടിയെ കയറി കഴിഞ്ഞ് കുറച്ചങ്ങ് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആൾക്ക് ഭയങ്കര മടുപ്പ് ക്ഷീണമൊക്കെ തോന്നും. എങ്കിലും പോകാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വേഗം കാപ്പ് കുടിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, കാപ്പ് കുടിച്ചിട്ട് നമുക്ക് പോകണം. അങ്ങനെ എല്ലാവരും യാത്രയായി വണ്ടിയിൽ കയറിയിട്ടോ. ഞാനും ആദ്യക്കുട്ടനും പാറക്കുട്ടി ആദ്യം തന്നെ യാത്രയായി വണ്ടിയിൽ കയറി സ്ഥാനം ഉറപ്പിച്ചു. അമ്മ ഏട്ടനൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. വീട്ടിലത്തൊക്കെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് റെഡി ആയിട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. പോരാൻ നേരമുള്ള കാര്യങ്ങളൊക്കെ ഏട്ടനായിട്ടോ നോക്കുന്ന. കാരണം ഗ്യാസ് ഓഫ് ചെയ്തോ, കറണ്ടൊക്കെ എല്ലായിടത്തും നിർത്തിയിട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ട് വീടൊക്കെ പൂട്ടിയിട്ട് ഏട്ടൻ തന്നെ ഇറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മളെല്ലാവരും ജോളിയായിട്ട് വണ്ടിയിൽ കയറി ഇങ്ങനെ പോവുകയാണെ. നമ്മുടെ വീടിനോട് തന്നെ ചേർന്നുള്ളൊരു പള്ളിയാട്ടോ ഇത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാലയമാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കുട്ടൻ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ടീച്ചർമാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന പള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവരും കൂടി പോകണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടെ പോകുന്നൊരു സന്തോഷമാണല്ലോ. പുറത്തൊക്കെ ഒന്ന് ചുറ്റാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആട്ടോ എല്ലാവരും കൂടെ പോകാമെന്ന് വെച്ചത് തന്നെ. അങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സും ആണ്. വീട്ടിൽ കുറച്ച് പേര് ഇരിക്കുക, അല്ലെങ്കിൽ കുറച്ച് പേര് പുറത്ത് പോവുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം എല്ലാം ഇങ്ങനെ ചിന്ത വരും. എല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കിന് വലിയൊന്നും ആവശ്യമില്ല. നമുക്ക് പോകുന്ന വഴിക്ക് നല്ല ജോലിയായിട്ട് പോകാം. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ജോലിക്കാരൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മകരവിളക്കാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ്. ഒരു അയ്യപ്പൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശബരിമല പോലെ തന്നെ ആളുകളൊക്കെ കൂടി ഭയങ്കര ഉത്സവമാകുന്ന ഒരു അമ്പലമാട്ടോ. നല്ലൊരു വിശ്വാസമുള്ള ഒരു അമ്പലം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞും കേട്ടുമൊക്കെ നമ്മളിതാ ചെറുതോണി ടൗണിലേക്ക് എത്തി. ടൗണിൽ വന്നപ്പോൾ അത്യാവശ്യം കടകളെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് സ്കൂളുകൾക്കൊക്കെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഒരു പാറക്കുട്ടിക്ക് ഇന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാട്ടോ പാറക്കുട്ടിയും കൂടെ കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയത് തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. പെട്രോൾ പമ്പിൽ ഇറങ്ങി നമ്മൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പരിചയക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഏട്ടന്. സ്ഥിരം ഇങ്ങനെ വണ്ടിയും കൊണ്ടൊക്കെ നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ പരിചയക്കാരൊക്കെ ഉണ്ട്. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുക കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ചെറുതോണി നമ്മൾ പെട്രോൾ പമ്പിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ടത്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കളക്ട്രേറ്റ് ഉണ്ട്. കളക്ട്രേറ്റും കൂടെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് വനം തന്നെയാണ് കേട്ടോ. അവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വണ്ടികളൊക്കെ ഓടുന്നതല്ലാതെ അങ്ങനെ ഒരു ആൾവാസമൊന്നുമില്ല കേട്ടോ. മൊത്തം വനമാണ്. പണ്ടൊക്കെ കാലത്ത് പകലൊക്കെ ആണെങ്കിലും ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടായിരുന്നു. ഇപ്പം അങ്ങനെ രാത്രിയിലൊക്കെ ആണെങ്കിലും ആന ഇറങ്ങാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കുറേ സ്ഥലങ്ങൾ. എന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആണെങ്കിൽ റോഡും വഴിയും സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൂടുതൽ വണ്ടികളൊക്കെ ഓടി തുടങ്ങുന്നൊക്കെ ഉണ്ട്. ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കാനായിട്ടുള്ള ഒന്നും തോന്നുന്നൊന്നുമില്ല.
അങ്ങനെ നമ്മൾ അവിടുന്ന് മുന്നോട്ടൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് നല്ല ഏരിയ കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല ഏരിയ, കുറേ മരങ്ങൾ, തണൽ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലും ചൂടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥ തന്നെയാണ് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ നാട്ടിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ നല്ല ചൂടും തുടങ്ങും കേട്ടോ. ഇവിടെ എന്തായാലും നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദിക്കുട്ടനും പാറുക്കുട്ടിയൊക്കെ ഓരോ കുരുത്തക്കേടും കുസൃതിയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും നല്ല ജോളിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ചർച്ച ചെയ്തും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാട്ടോ എല്ലാവരും കൂടി പോവുക. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമാണ്. ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും കൂടി പോവുക കേട്ടോ. നമ്മുടെ സ്വന്തം സാരഥിയായ കൈലാസനാഥനിലാട്ടോ നമ്മുടെ യാത്ര എപ്പോഴും. ഇങ്ങനെ തുറന്നുള്ള വണ്ടിക്കൊക്കെ പോകുന്ന കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം. അങ്ങനെ നമ്മൾ ഇതാ കുളമാവിലെത്തി. കുളമാവ് ഡാമൊക്കെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അല്ലേ. അത്യാവശ്യം കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ ആദിക്കുട്ടൻ നേരെ കുറേ കളിപ്പാട്ടത്തിലേക്കൊക്കെ കേട്ടോ. ആദിക്കുട്ടന് വിശക്കുന്നു എന്നൊക്കെ വണ്ടിയായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ മെയിനായിട്ട് അവിടെ കട കണ്ടപ്പോൾ നിർത്തിയത് തന്നെ കേട്ടോ. എന്തായാലും കുറച്ച് ബജ്ജിയൊക്കെ മേടിച്ചു. പക്ഷേ നമ്മുടെ ആദിക്കുട്ടന് അതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ആദിക്കുട്ടന് വേണ്ട, കളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അങ്ങനെ ഒരു കാറ്റാടിയൊക്കെ അവന് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ബജ്ജിയൊന്നും അവൻ കഴിച്ചില്ല കേട്ടോ. ഞങ്ങളൊക്കെ അടിപൊളിയായിട്ട് ബജ്ജിയെല്ലാം കഴിച്ചു. നല്ല സെറ്റപ്പായി. നല്ല അതിൻ്റെ കൂടെ സോസും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എന്തായാലും നന്നായിട്ട് സൂപ്പറായിട്ട് കഴിച്ചു. മുളക് ബജ്ജി, മുട്ട ബജ്ജിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ആദ്യക്കുട്ടിന് കൊടുത്തിട്ട് അവന് വേണ്ട കേട്ടോ. എന്തായാലും അവനൊരു കാറ്റാടി മേടിച്ച് കൊടുത്തുകൊണ്ട് തന്നെ അവൻ അതും കളിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്നു. വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വിശക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ആദ്യക്കുട്ടിന് വേണ്ട കേട്ടോ. ചോറാട്ടോ വേണ്ടത്. ഈ സമയത്ത് അങ്ങനെ ചോറൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ കഴിച്ചു. ആദ്യക്കുട്ടൻ്റെ പേര് പറഞ്ഞ് അവിടെ നിർത്തി. എന്തായാലും നമ്മൾ കഴിച്ചു. ആദ്യക്കുട്ടൻ കഴിച്ചില്ല കേട്ടോ. കാറ്റാടിയൊക്കെ കളിച്ചുകൊണ്ട് അവൻ അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണേ. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുളമാവ് ഡാം, കടകളുടെയൊക്കെ അവിടെ നിന്ന് തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഡാം. നല്ല അടിപൊളിയായിട്ട് നല്ല ഡാം കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ അതിലൊക്കെ നടന്ന് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാം. പാലത്തേലേക്ക് കയറിയതാട്ടോ. അത്യാവശ്യം ബോട്ട് സർവീസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിട്ടോ ഡാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ കാണുമ്പോൾ. ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ഡാമൊക്കെ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചൂട് കൂടുതലായി വരുന്നതിനനുസരിച്ച് ഇനി വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നേരത്തെ പോലെ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നെല്ലാം ഇതെല്ലാം പറഞ്ഞും കേട്ടും നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. ആദ്യക്കുട്ടനാണെങ്കിൽ കാറ്റാടിയെ തന്നെ കറക്കിക്കൊണ്ടിരിക്കുകയാണേ. അവൻ അത് തന്നെ മതി കേട്ടോ. ഇത്രയും നേരം ഇങ്ങനെ എനിക്ക് വിശക്കുന്നു, കടയൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വഴക്ക് കൂടിയിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ കട കണ്ടു കഴിഞ്ഞപ്പോൾ കഴിക്കാനൊന്നും വേണ്ട, ഇങ്ങനെ എന്തെങ്കിലും കളിക്കാനുള്ളതും മെന പണിയാനായിട്ടുള്ളതൊക്കെ മതി കേട്ടോ. ഇത് എത്ര നേരത്തേക്കിന് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് അറിയത്തുമില്ല. പെട്ടെന്ന് തന്നെ ഇത് നശിപ്പിച്ചും കളയും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാറുക്കുട്ടി അത് ഏറ്റെടുത്ത് കളിക്കുന്നുണ്ട്. പുറത്തേക്കൊക്കെ പിടിക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് കാറ്റ് കൊണ്ട് നന്നായിട്ട് കറങ്ങുന്നുണ്ടേ. അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ചെറിയതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ ഡാമുകൾ നമുക്ക് ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഏരിയ, നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം മുന്നോട്ട് പോയി നമ്മൾ തൊടുപുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ തൊടുപുഴ ഈ ഹോസ്പിറ്റലിലല്ല നമ്മൾ വരുന്നത്. ഇവിടെ സെൻറ്റ് മേരീസ് എന്ന് പറയുന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയല്ല നമ്മളിപ്പോൾ കയറുന്നത്. ഇപ്പം നമ്മൾ ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന തൊടുപുഴയിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മരുന്നൊക്കെ ആദ്യക്കൂട്ടനാണെങ്കിലും എല്ലാവർക്കും മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തുനിന്ന് കുറഞ്ഞില്ലെങ്കിൽ നേരെ ഇങ്ങോട്ടൊക്കെയാണ് പോരുക. അങ്ങനെ ഇവിടുന്ന് ശകലവും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ടൗണിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും അത്യാവശ്യം കുറച്ച് ബ്ലോക്കിൽ പെട്ടുപോയി. അങ്ങനെ കുറച്ച് താമസം വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും വണ്ടി പതിയെ പോവുള്ളൂ കേട്ടോ. ഓരോ വണ്ടിയും ബ്ലോക്കിൽ പെട്ടെന്ന് കടന്നു പോകണമെങ്കിൽ ഇച്ചിരി പാട് തന്നെയല്ലേ. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ ആദ്യക്കൂട്ടനൊക്കെ പറയുന്നുണ്ട്, എന്താ പോകാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ ട്രാഫിക്കാണെന്നുള്ള കാര്യം, അവർക്കറിയില്ലല്ലോ. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല കേട്ടോ. അപ്പോൾ എന്താ അച്ഛ വണ്ടി നിർത്തിയേക്കുന്നത്, പോകുന്നില്ല, ആശുപത്രി വന്നോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് വീണ്ടും പതിയെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ട്രാഫിക് പോലീസൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിയന്ത്രിച്ച് അങ്ങോട്ട് നമ്മുടെ പോകേണ്ട ഏരിയയിലേക്ക് നമ്മൾ കടന്നു. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ തിരക്കുണ്ടോ എങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നേക്കുന്നതെങ്കിലും അറിയില്ല കേട്ടോ എങ്ങനെയുണ്ടെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം എങ്ങനെയാണെന്നോ എന്താണെന്നോ. ചീട്ടൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഉള്ളതായതുകൊണ്ട് നമുക്ക് വിളിച്ച് പറഞ്ഞൊന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ ആട്ടോ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. ആദ്യക്കുട്ടനൊക്കെ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്നൊരു 100 മീറ്ററും കൂടിയൊക്കെ മേളിലോട്ട് കയറിയാൽ ഹോസ്പിറ്റലിലേക്കുള്ള ഇതായിട്ടോ, കോമ്പൗണ്ടിലേക്ക് നമ്മൾ എത്തും. ഇതാ കാണുന്ന കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ. അപ്പം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ ആളുകളൊക്കെ കണ്ടവരും പോയവരും കേട്ടവരും ഒക്കെ അതിലൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരോ ആവശ്യത്തിനൊക്കെ ആയിട്ട് പല ആശുപത്രിയിലേക്കൊക്കെ വന്നവരൊക്കെ ആട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ കയറിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയി കേട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്കൊക്കെ കയറി അമ്മയും ആദ്യക്കുട്ടനും പാറക്കുട്ടിയും കൂടെ ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. നമ്മൾ ഏട്ടനും ഞാനും കൂടി ഇവിടെ ചീട്ടെടുക്കാൻ നിൽക്കുക കേട്ടോ. ചീട്ടൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം താമസമൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എല്ലാവരും കൂടെ ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ അങ്ങോട്ട് മാറുക കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകൾ അവിടെ ഇവിടെ എല്ലാവരും ഡോക്ടർമാരാട്ടോ. കുറേ ഡോക്ടർമാർ അവിടെ ഇവിടെ ആയിട്ട് മൊത്തം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പേഷ്യൻസ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ കുറേ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെ മുൻഗണന ആദ്യമേ കൊടുക്കും കേട്ടോ. അവരെ വിളിച്ചതിന് ശേഷം പിന്നെയും നമുക്ക് എത്ര ബുക്ക് ചെയ്തിട്ട് വന്നാലും നമ്മളെയും വിളിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ വിളിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ആദ്യക്കുട്ടനും പാറുക്കുട്ടിക്കുമായിട്ട് ഏട്ടൻ ചിക്കൻ സമൂസ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരത് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യക്കുട്ടൻ വണ്ടി എഴുന്നിട്ടാണെങ്കിലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനും അതെല്ലാം മുഴുവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ അതെല്ലാം കഴിച്ച് ജ്യൂസും ഉണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് പ്രഷർ നോക്കാനായിട്ട് സിസ്റ്റർ വന്ന് പറഞ്ഞു. അങ്ങനെ പ്രഷറൊക്കെ നോക്കി. പ്രഷറൊക്കെ നോർമലായിരുന്നു കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. അങ്ങനെ അകത്ത് കയറി ഡോക്ടറൊക്കെ പരിശോധിച്ചു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള മരുന്നും പിന്നെ തൽക്കാലം പെട്ടെന്ന് വേദന മാറാനായിട്ടുള്ളൊരു ഇഞ്ചക്ഷനും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. നമ്മൾ തിരിച്ച് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുക കേട്ടോ. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ് ബില്ലൊക്കെ തീർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് നമ്മൾ വണ്ടി വന്നപ്പോഴത്തേക്കിനും ആദ്യക്കുട്ടനാണെങ്കിൽ ഭയങ്കര വഴക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്ഷീണിക്കും, മടുക്കും. അങ്ങനെ ആദ്യക്കുട്ടൻ അതുകൊണ്ട് തന്നെ നല്ല വഴക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാറ്റാടിയൊക്കെ എടുത്ത് കൊടുത്തെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അവന് അതിലേക്കൂടെയൊക്കെ ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. ഒന്നാമത് ഭയങ്കരമായിട്ട് വണ്ടി ഓടുന്ന സ്ഥലം, പിന്നെ നല്ല ചൂടും ഇതെല്ലാം കൂടെയൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇറക്കിയൊന്നുമില്ല. നമ്മൾ വണ്ടിക്കകത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ കേട്ടോ, കരഞ്ഞാലും. അങ്ങനെ എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് പോരുവാണേ. തിരിച്ച് പോരുന്ന വഴിക്ക് കുറേ ട്രാഫിക്കും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ട്രാഫിക് വലിയ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. അത്യാവശ്യം ട്രാഫിക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതെല്ലാം മറികടന്ന് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ. ഉച്ചയ്ക്ക് ചോറുണ്ണാനൊന്നും നിന്നില്ല. കാരണം ഉച്ച കഴിയുമ്പോഴത്തേനും എന്തായാലും നമ്മൾ വീട്ടിലെത്തും. വീട്ടിൽ വന്നിട്ട് എല്ലാം കാലാക്കി വെച്ചിട്ടാട്ടോ പോയത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പോരുന്ന വഴിക്ക് നമ്മൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ച അതേ കടയിൽ നിന്ന് തന്നെ ബജ്ജി മേടിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ അന്നേരം ബജ്ജിയൊന്നും കഴിച്ചില്ല കേട്ടോ. എന്തായാലും അവന് ഉറങ്ങിപ്പോയി. വണ്ടിയിലിരുന്ന് കുറച്ച് നേരം യാത്ര ചെയ്തപ്പോഴത്തേനും അവൻ ഉറങ്ങിപ്പോയി. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിനും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് മടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. അവിടുത്തെ ചൂടിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റമായിരുന്നു.
എന്തായാലും അവിടെ ഒരു പുഴുങ്ങിയെടുക്കുന്ന ചൂടാട്ടോ. നമ്മുടെ ഇവിടെ അത്രയും ചൂടുണ്ടെങ്കിലും നമുക്ക് അതുപോലെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. നമ്മുടെ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം കാറ്റും ഇതും എല്ലാം നമുക്കൊരു ശുദ്ധവായുവും എല്ലാം എന്തൊക്കെയോ ഒരു പ്രത്യേകത നമ്മുടെ സ്ഥലത്തേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് വന്ന് വീടിൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.